ഇനി കൊൽക്കത്തയിലേക്ക്. അവിടെ സ്ഥിതി കുറച്ച് മോശമായിരിക്കുന്നു. RG കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് തെരുവിൽ പ്രതിഷേധ ധർണ നടത്തും എന്നറിയുന്നു. വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ BJP കൊൽക്കത്തയിൽ ഇന്ന് മെഴുകുതിരി മാർച്ച് നടത്തുന്നുണ്ട്. അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അക്രമം ഉണ്ടായതെന്ന് കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ അഭിഷേക് മുഖർജി 24നോട്. Where the mob is coming and what is their intention. He was really scared. Even we were scared. The females were there. They were scared. They were continuously texting. Even we were so scared. We were continuously texting everyone. We were trying to reach the Kolkata police who was unavailable. We were trying to reach the CP. He was unavailable. We were so scared at that particular moment. We didn't know for sure what to do next. All we have been doing was protesting against this heinous crime that has been committed in our college. All we want is justice and nothing else. We do not want to harm anyone. We do not want to disservice anyone. Our job is to serve the society, but if service is to be threatened by this kind of incidents, I do not know if we can continue this. I really don't know if we can do this. കൊൽക്കത്തയിൽ നിന്നും ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. പൊതുവേ ഈ കൊൽക്കത്ത നഗരത്തിലൊക്കെ ഇതിൻ്റെ അലയലുകളുണ്ടോ? ഈ ബംഗാൾ സംസ്ഥാനത്ത് ഈ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ആളുകൾ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ മുഖ്യമന്ത്രിയുടെയൊക്കെ പരാതി വരുന്നുണ്ടായിരുന്നു. എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ, അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് SKN. ഈ പശ്ചിമ ബംഗാളിനെ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും സ്ത്രീ ശക്തിയുടെ നാടാണ്. കാളിയെയും താരയെയും ആരാധിക്കുന്ന ഒരു പാരമ്പര്യമുള്ള, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നത്. അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് 1886 സ്ഥാപിതമായ RG കർ മെഡിക്കൽ കോളേജ്. ഈ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഹീനകൃത്യം നടക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടായത് സ്വാഭാവികമാണ്. എന്നാൽ അത് രാഷ്ട്രീയ പോരിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഉയർന്നതാണ് ആശുപത്രിക്ക് മുന്നിൽ ഈ സമരപന്തൽ. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. അത്യാഹിത വിഭാഗം ഒഴികെയുള്ള വിഭാഗങ്ങളിലാണ് പ്രതിഷേധം നടന്നു വന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി. ആ പ്രവർത്തിച്ചിരുന്ന അത്യാഹിത വിഭാഗത്തിലാണ് സ്വാതന്ത്ര്യദിന പുലരിയിൽ ഒരു പറ്റം അക്രമികൾ എത്തുകയും അതിരൂക്ഷമായ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 12 മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന അവകാശവാദം മുഖ്യമന്ത്രിയും പോലീസും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നും, ഒപ്പം തന്നെയാണ് ആശുപത്രികളിൽ ജനങ്ങളെ സേവിക്കാൻ എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണം, അവരുടെ ജീവൻ സുരക്ഷ നൽകണം എന്നുള്ള ആവശ്യമാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ പതിവ് കാഴ്ചകളായി മാറുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. CBI എത്തിയ ശേഷമാണ് ഈ അക്രമ സംഭവങ്ങൾ ആശുപത്രിക്ക് അകത്ത് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകിയിരിക്കുന്നു. ഈ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനായി പ്രതിപക്ഷ പാർട്ടിയുടെ ഗുണ്ടകൾ ഈ അക്രമകാരികൾക്ക് ഒപ്പം ചേർന്ന് ആശുപത്രിയിൽ അക്രമം നടത്തിയെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. എങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിനും സമാധാനപരമായി സമരം നടത്തി വന്നിരുന്ന പ്രതിഷേധക്കാരുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിനുമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് അക്രമം നടത്തിയത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന, ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കൊൽക്കത്തയിൽ പ്രതിഷേധ ധർണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPയുടെ മഹിളാ മോർച്ച ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വൈകിട്ട് 6 മണിക്ക് മെഴുകുതിരി കത്തിച്ചുള്ള ഒരു പ്രതിഷേധവും സമാനമായി നടക്കുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടേതെല്ലാം പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിലുണ്ടായ അക്രമ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ, പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം തന്നെ. കാരണം ഇതിന് സംഭവത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നു. അത്രത്തോളം രൂക്ഷമായ ഒരു അക്രമമാണ് ആശുപത്രിയിൽ ഉണ്ടായത്. അത് സുരക്ഷ എന്ന ആവശ്യം മുൻനിർത്തി പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലാണ് ഇത്രത്തോളം. CBIയുടെ അന്വേഷണം എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട്? ഈ അവിടുത്തെ ബംഗാൾ പോലീസിന്റെ അന്വേഷണത്തിൽ അവിടുത്തെ ജനങ്ങൾ തൃപ്തരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ വിവരം എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്?
SKN CBIയുടെ അന്വേഷണം ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നലെ പകൽ മുഴുവനായും രാത്രി 11 മണി വരെ CBI സംഘം ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ആശുപത്രിയുടെ ഉന്നതരിൽ നിന്നും CBI സംഘം മൊഴി രേഖപ്പെടുത്തി കൂടുതൽ പരിശോധനകൾ നടത്തി. ഇന്നലെ 11 മണിക്കാണ്, രാത്രി 11 മണിക്കാണ് സൗഹൃദ റോയ് പാൽ എന്ന പുതിയ പ്രിൻസിപ്പലിനെ CBI സംഘം ചോദ്യം ചെയ്യുന്നതിനായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നും CGO കോംപ്ലക്സിലുള്ള CBI ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. ഇന്നും ഈ ചോദ്യം ചെയ്യൽ തുടരും. കൂടുതൽ ആളുകളിലേക്ക് CBI എത്തുന്നു എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും CBI തെളിവെടുപ്പ് നടത്തിയതിന്റെ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ലഭ്യമാകാനുണ്ട്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ കൊൽക്കത്ത പോലീസ് ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. 9 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ അക്രമത്തിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിനായി ആ സമയത്ത് ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ, അതിൽ നിന്നും ഫോട്ടോകൾ പോലീസ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം നടന്നുവരുന്നുവെന്ന് പോലീസ് അറിയിക്കുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടന്നതാണ് ഈ അക്രമത്തിന് കാരണം എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ആളുകൾക്ക് കൊൽക്കത്തയിലെ സൈബർ ക്രൈം വിഭാഗം നോട്ടീസ് അയച്ചിരിക്കുന്നു. വ്യാപകമായി 100 കണക്കിന് ഈ എക്സ് ഹാൻഡിലുകൾക്കാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പോസ്റ്റുകൾ പിൻവലിക്കണം എന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമ നിയന്ത്രണത്തിനായി കൊൽക്കത്ത പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ഈ ട്വിറ്റർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ എക്സ് ഹാൻഡിലുകളിൽ നിന്നും ഉയരുന്ന ഒരു വാദം എന്നുള്ളത്. പ്രതിഷേധം അതിരൂക്ഷമാവുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകൾ, നഴ്സുമാരുടെ സംഘടനകൾ അടക്കമുള്ളവർ പ്രതിഷേധത്തിനുമായി രംഗത്ത് എത്തുകയാണ്. IMA നാളെ മുതൽ ഈ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റ് OP അടക്കമുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ രാവിലെ 6 മണി മുതലാണ് ആ പ്രതിഷേധം. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകരുടെ തന്നെ വിവിധ സംഘടനകൾ ഈ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. ഈ കൊൽക്കത്തയിലെ ഈ സംഭവത്തിന്റെ അന്വേഷണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായും ഇവിടുത്തെ ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ഒരു പ്രതിയല്ല, ഈ കൂടുതൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പലതും ഒളിക്കാനും മറയ്ക്കാനുമുള്ള ശ്രമം കൊൽക്കത്ത പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുമുണ്ടായി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നടപടികളും പ്രതികരണങ്ങളും ഈ ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടായി എന്നുള്ളതുമാണ് ഇത് ഏറ്റവും ശ്രദ്ധേയമായത്. എന്തായാലും പ്രതിഷേധം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. CBI അന്വേഷണത്തിൽ വ്യക്തത വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങടിയാണ് കൊൽക്കത്തയിൽ നിന്ന് ചേർന്നത്. നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരുകയാണ്. ബംഗാളിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നുള്ള അതിഭീകരമായ വാർത്തയ്ക്ക് ശേഷം അതിൻ്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. അത് കഴിഞ്ഞാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയിട്ടുള്ളത്. വാർത്താ സംഘം അവിടെ തുടരും. കൊൽക്കത്തയിലെ കൂടുതൽ രാഷ്ട്രീയ തലങ്ങളിലേക്ക് കൂടി ഈ കൊലപാതകം നീണ്ടു ചെല്ലുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്താ സംഘം തുടരും. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ബൽറാം നെടുങ്ങാടി വീണ്ടും നമുക്കൊപ്പം ചേരും.